ഒരുപാട് ഓവർ തിങ്കിങ്ങും കാര്യങ്ങളാണ്. ഈവൻ സൂയിസൈഡ് അറ്റംപ്റ്റ് വരെയും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട്, ഫാമിലിയിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആവാം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പല കാര്യങ്ങളിലും സെൽഫ് ഡൗട്ടും കാര്യങ്ങളുണ്ട്. ഒരുപാട് ട്രോമ ലൂപ്സിൽ കൂടെയൊക്കെ പോകുന്നൊരു പേഴ്സണാണ് നിങ്ങൾ. പലതരത്തിലുള്ള വൂൺസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന വൂൺസ് ഹീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തലത്തിൽ നിങ്ങൾ ഇന്ന വൂൺസിനെ ഹീൽ ചെയ്യുക. കാരണം വെച്ചാൽ ഒരുപാട് ട്രോമാസ് നിങ്ങളിലുണ്ട്, അതെല്ലാം ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ഓവർ തിങ്കിങ് നിർത്തുക. നിങ്ങളെ തന്നെ സംശയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റി വൂൺസിനെയൊക്കെ ഹീൽ ചെയ്ത് നിങ്ങളാവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട്, അതായത് ഈ ഒരു വ്യക്തിയോടല്ല പറയുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്ത് കെയർ ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ ഒരുപാട് ഡിസ്റ്റൻസ്, ഇവൻ നമ്മുടെ കൂടെ നമ്മുടെ സഹോദരങ്ങളോട് തന്നെ നിങ്ങൾ ചിലപ്പോൾ അകന്നായിരിക്കാൻ നിന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അവരോടൊക്കെ ഒരു ക്ഷമ പറയണമെങ്കിൽ ക്ഷമ പറയേണ്ട കേസാണെങ്കിൽ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ സ്ട്രോങ് ആക്കുക. ഹീലിങ്ങിന് പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരെ കോണ്ടാക്ട്, ഹീൽ ചെയ്യുക. നിങ്ങളുടെ ട്രസ്റ്റിനെ, അതിന് നിങ്ങൾ വീണ്ടും, നിങ്ങൾ എങ്ങനെയായിരുന്നു പണ്ട് നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ടും വളരെ നല്ലതായിട്ടുമൊക്കെ നടന്ന ഒരാളായിരിക്കാം. അതേപോലെ നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു അതേപോലത്തെ രീതിയിൽ നിങ്ങളിൽ വിശ്വാസം കൊണ്ടുവരിക എന്നാണ് യൂണിവേഴ്സ് നമ്മളോടിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് തേർഡ് കാർഡിലേക്ക് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു എനർജിയുടെ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിരിച്ച് നിങ്ങൾക്ക് വളരെ കുറച്ചെന്ന് വെച്ചാൽ തീരെ കുറച്ച്, ആ രീതിയിലാണ് നിങ്ങൾക്ക് എല്ലാ തരത്തിലും ആ ഒരു പേഴ്സൺ തിരിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമോഷണലി വളരെ തകർന്നിരിക്കുകയാണ്. അതായത് പൊട്ടിത്തെറിക്കുന്ന രീതിയിലൊക്കെ പറയണമെന്നുണ്ട്. നിങ്ങളെന്താണ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തിരിച്ചെന്നോട് ഇഷ്ടപ്പെടാത്തത്, എന്നോട് സംസാരിക്കാത്തത്. അതായത് അയാൾ വന്നിട്ട് എന്താണ്, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുക, അങ്ങനത്തെ ഒരു സ്റ്റേജൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ആ രീതിയിൽ നിങ്ങളിങ്ങനെ നിങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി ഇപ്പോൾ പൊട്ടും എന്ന് പറയുന്നൊരു സ്റ്റേജിൽ നിൽക്കുകയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓർക്കും ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അറിയാഞ്ഞിട്ടും അല്ലെങ്കിൽ മനസ്സിലാക്കാഞ്ഞിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവരൊരു ഇതിൽ നിന്ന് നിങ്ങൾ അവരോടുള്ള ഇഷ്ടക്കൂടുതലോട് നിങ്ങൾ ഓർക്കും എല്ലാവരോടും അങ്ങനെ തന്നെ, എന്നോടും അങ്ങനെ തന്നെയാണ്, ആ ഒരു മൈൻഡായിരിക്കാം നിങ്ങൾക്കുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ആ ഒരു പേഴ്സൺ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചിന്തിക്കും. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ മാറി നോക്കുമ്പോൾ അയാളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ബാക്കി ഏതും, നിങ്ങളൊഴിച്ച് ബാക്കി ഏതും